ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠർ, ഇവിടെ ഉപവിഷ്ടരായിരിക്കുന്ന മഹത് വ്യക്തികൾ, കൈരളി മലയാളി അസോസിയേഷൻ്റെ ഭാരവാഹികൾ, അതുപോലെ തന്നെ ഇന്ന് കൈരളി ബാൾട്ടിമോർ സംഘടിപ്പിക്കുന്ന ക്രിസ്തുമസ് പുതുവത്സര ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം ആഗതരായിരിക്കുന്ന മാതാപിതാക്കന്മാർ, സഹോദരീ സഹോദരന്മാർ, കുഞ്ഞുമക്കളെ, ആദ്യമായി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുകയാണ്. വളരെ ചുരുങ്ങിയ സമയമാണ് എനിക്ക് അനുവദിച്ചിരിക്കുന്നത്. ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സ്വാത്വികനായ ഒരു വ്യക്തിയുടെ വാക്കുകൾ ഇപ്രകാരമാണ്: എൻ്റെ ദിനങ്ങൾ നെയ്ത്തുകാരൻ്റെ ഓടത്തേക്കാൾ വേഗത്തിൽ കടന്നു പോകുന്നു. നെയ്ത്തുകാരൻ്റെ കരം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നതനുസരിച്ച് തറിയിൽ കൂടി നെയ്ത്തോടം ദ്രുതഗതിയിൽ നീങ്ങുകയാണ്. ജീവിതത്തിൻ്റെ നാളുകളും അതുപോലെ തന്നെ വളരെ വേഗത്തിൽ നമ്മെ കടന്നു പോകുന്നു. ഈ തുണി നെയ്ത്തിന്റെ ദൃഷ്ടാന്തം ഈ പുതുവത്സരം നാം ആഘോഷിക്കുമ്പോൾ പല ചിന്തകളും നമ്മിൽ ഉണർത്തുവാൻ തക്കവണ്ണം പര്യാപ്തമാണ്. രൂപഭാവനയ്ക്ക് അനുസരണമായി നെയ്ത്തുകാരൻ തുണി നെയ്തെടുക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ നാം രൂപാന്തരപ്പെടുത്തുകയാണ്. അതിൽ ശ്രദ്ധയും അതുപോലെ സൂക്ഷ്മതയും പുലർത്തിയേ മതിയാകും. അശ്രദ്ധ മൂലം തുണിക്ക് ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യം സംഭവിച്ചാൽ അത് തരം താണ നിലവാരത്തിലേക്ക് അത് മാറുകയാണ്. അതിനെ നമ്മൾ സെക്കൻഡ്സ് എന്ന് വിളിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും സംഭവിക്കുന്നത് തന്നെയാണ്. അശ്രദ്ധമായി നാം ജീവിച്ചാൽ തരം താണ അവസ്ഥയിലേക്ക് നാം മാറുന്നതായി പലപ്പോഴും കാണുവാൻ സാധിക്കും. കഴിഞ്ഞ വർഷത്തെ ന്യൂ ഇയർ ഇന്നലെ കഴിഞ്ഞതുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഞാനിവിടെ അമേരിക്കയിൽ വന്നിട്ട് ഏകദേശം 8 മാസത്തോളമായി. 6 മാസമായി ഞാൻ ബാൾട്ടിമോർ ദൈവാലയത്തിൽ ശുശ്രൂഷിക്കുന്നു. കഴിഞ്ഞ മാസം അമേരിക്കയിൽ വന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നാം ഇപ്രകാരം വായിക്കുന്നത്: ടൈം ആൻഡ് ടൈഡ് വെയിറ്റ് ഫോർ നോ മാൻ എന്ന്. സമയവും തിരമാലയും ആർക്കു വേണ്ടിയും അത് കാത്തു നിൽക്കാറില്ല. അതുകൊണ്ട് തന്നെ സമയത്തിനൊപ്പം നീങ്ങുകയേ നമുക്ക് നിവൃത്തിയുള്ളൂ. ടുഡേ ഈസ് ബെറ്റർ ദാൻ ടുമോറോ. നാളെയേക്കാൾ എന്തുകൊണ്ടും ശ്രേഷ്ഠം ഇന്ന് തന്നെയാണ്. ഇന്നത്തെ ദിവസം ദൈവത്തിന്റെ ദാനമായി കരുതുക. അതുപോലെ തന്നെ ലഭിക്കുന്ന സമയം നന്മകൾ ചെയ്ത് ജീവിക്കുവാൻ തക്കവണ്ണം നാം ഓരോരുവരും ശ്രദ്ധിക്കുക. ഓരോ ദിവസവും സൂക്ഷ്മതയോടും ജാഗ്രതയോടും അതുപോലെ തന്നെ ഉത്തരവാദിത്വ ബോധത്തോടും കൂടി നാം ക്രമീകരിക്കുമ്പോൾ ഈ വർഷം മുഴുവൻ വിജയത്തിൻ്റെതായ ഒരു അനുഭവമായിരിക്കും നമുക്ക് ഓരോരുവർക്കും ലഭിക്കുക. നെയ്ത്തുകാരിൽ നിന്ന് മറ്റൊരു പാഠവും കൂടി നമുക്ക് പഠിക്കുവാനുണ്ട്. നെയ്ത്തുകാരൻ തുണി നെയ്യുന്നതിനിടയിൽ ചിലപ്പോൾ നൂലുകൾ പൊട്ടിപ്പോകാറുണ്ട്. ഒരുപക്ഷെ എത്ര സൂക്ഷ്മതയോടുകൂടി അത് ചെയ്താലും ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചേക്കാം. പക്ഷേ ഇഴ പൊട്ടിക്കിടക്കുവാൻ അനുവദിക്കാതെ അപ്പോൾ തന്നെ അവത്തെ ചേർത്ത് ബന്ധിക്കുവാൻ
നെയ്ത്തുകാരൻ എപ്പോഴും ശ്രദ്ധാലുവാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ബന്ധങ്ങളുടെ ഇഴ പൊട്ടിക്കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ട സമയമാണ് ഈ പുതുവർഷക്കാലം. എത്ര ശ്രദ്ധിച്ചാലും സഹപ്രവർത്തകരുമായും അതുപോലെ തന്നെ ചിലപ്പോൾ കുടുംബാംഗങ്ങളുമായും നമുക്ക് ഇടർച്ചയും അകൽച്ചയും ഉണ്ടായേക്കാം. ഏതെങ്കിലും തരത്തിൽ ബന്ധങ്ങളിൽ വിള്ളൽ വന്നിട്ടുണ്ടെങ്കിൽ നാം തന്നെ മുൻകൈയെടുത്ത് അത് ഭദ്രമാക്കേണ്ട സമയമാണിപ്പോൾ. അതിന് നമുക്ക് ദൈവത്തിന്റെ കൃപ കൂടിയേ തീരൂ. പുതിയ വർഷം വിജയകരവും അനുഗ്രഹപ്രദവുമാകണമെങ്കിൽ പൊട്ടിയ ഇഴകൾ നേരെയാക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൽപ്പന നമുക്ക് ഈ സമയത്ത് ഓർക്കാം. നീ വഴിപാട് അർപ്പിക്കുവാൻ പോകുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് ഏതെങ്കിലും വിരോധം തോന്നിയാൽ വഴിപാട് ബലിപീഠത്തിന് മുൻപിൽ വെച്ചിട്ട് പോയി നിന്റെ സഹോദരനോട് നിരപ്പാകുക. പിന്നീട് വന്ന് നിന്റെ വഴിപാട് അർപ്പിക്കുക. ഇവിടെ രണ്ട് കാര്യമാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന്, മനുഷ്യനും ദൈവവുമായുള്ള ബന്ധം. അതുപോലെ മനുഷ്യനുമായുള്ള ബന്ധം. ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെയാണ് ഈ ബന്ധങ്ങൾ. നാം ചിന്തിക്കുക, ഈ പുതുവർഷത്തിൽ എവിടെയെങ്കിലും ബന്ധങ്ങളിൽ വിള്ളൽ വന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഇഴകൾ പൊട്ടിക്കിടക്കുന്നുണ്ടോ എന്ന്. ഉണ്ടെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് അത് നേരെയാക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ഈ പുതുവർഷത്തിൽ നാം ഒന്ന് തിരിഞ്ഞു നോക്കി നമ്മിൽ നിന്ന് എന്തെങ്കിലും വീഴ്ചകളോ തെറ്റുകളോ കുറ്റങ്ങളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി മുൻപോട്ട് നല്ല രീതിയിൽ ജീവിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും പരസ്പരം കരുതലിന്റെയും ഒരു സന്ദേശമാണ് ഓരോ ക്രിസ്മസും നമുക്ക് നൽകുന്നത്. ആ സന്ദേശം സമൂഹത്തിൽ പ്രതിഫലിപ്പിക്കുവാൻ കൈരളി ബാൾട്ടിമോർ എന്ന പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട് എന്ന് നിശബ്ദമായി പറയാം. കാരണം ഇപ്പോൾ ഇവിടുത്തെ കഴിഞ്ഞ വർഷത്തെ പ്രോജക്റ്റ് ഇവിടെ സ്ക്രീനിൽ കാണിച്ചു. ഈ വർഷം വയനാട്ടിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തത് വഴിയായി സ്നേഹത്തിൻ്റെതായ അതുപോലെ പരസ്പരം കരുതലിൻ്റെതായ സന്ദേശം നമുക്ക് പ്രതിഫലിപ്പിക്കുവാൻ സാധിച്ചു. കഴിഞ്ഞ വർഷം എല്ലാവരുടെയും കൂട്ടായ പ്രയത്ന മുഖാന്തരം ഒരു ഭവനം നിർമ്മിച്ചു നൽകുവാൻ സാധിച്ചു. എല്ലാ വർഷവും ഇതുപോലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ക്രിസ്മസിൻ്റെതായ ഒരു സന്ദേശം, അതായത് സ്നേഹത്തിൻ്റെതായ സന്ദേശം നാം നമ്മുടെ സമൂഹത്തിന് നൽകുകയാണ്. അതുവഴി കൈരളി ബാൾട്ടിമോർ ഈ ദേശത്തിന് മാതൃകയായി നിലനിൽക്കുകയാണ്. അവരെന്നെ കരുതുവാനും സ്നേഹിക്കുവാനും നാം ഇപ്പോൾ കാണിക്കുന്ന ഈ ഉത്സാഹം മുന്നോട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങളിലും കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൈരളി ബാൾട്ടിമോർ ഇതിന്റെ പ്രോഗ്രാമിന് ഞാൻ വരുന്നത് ആദ്യമായിട്ടാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഇതിനെ കുറിച്ച് അറിയുവാൻ സജീവങ്ങളുമായി ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് അറിഞ്ഞോ അറിയാതെയോ ഇതിന്റെ പ്രോഗ്രാമിൽ ഞാൻ ഭാഗവാക്കായിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ ഓണത്തിന്റെ പരിപാടിക്ക് ഓണസദ്യ ക്രമീകരിക്കുവാൻ വേണ്ടി സജീവങ്ങളുടെയും രാജനങ്ങളുടെയും കൂടെ ഫിലാഡൽഫിയയിൽ അതിന്റെ ഭക്ഷണ ക്രമീകരണത്തിന് വേണ്ടി ഞാൻ പോയിരുന്നു. നിങ്ങൾ കഴിച്ച ഓണസദ്യ അത് പരീക്ഷിച്ചത് എന്നിലാണ്. ആ പരീക്ഷണം വിജയം കണ്ടപ്പോഴാണ് നിങ്ങൾക്കത് ലഭിച്ചത്. അങ്ങനെ ഈ കൈരളിയുടെ ഒരു പ്രോഗ്രാമിൽ ആ ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള ആ ഒരു ക്രമീകരണത്തിൽ പങ്കെടുക്കുവാൻ എനിക്ക് സാധിച്ചു.
അന്നു മുതൽ ഇതിന്റെ പ്രോഗ്രാമിൽ വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഏറ്റവും ശ്രേഷ്ഠമായി മാതൃകയായി മറ്റുള്ള സമൂഹത്തിന് മാതൃകയായി ഈ ദേശത്ത് കൂട്ടായ്മയോട് ഒരുമിച്ച് നിൽക്കുമ്പോൾ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ മഹത്വപ്പെടുത്തുന്നു. എല്ലാവരോടുമുള്ള സന്തോഷം അറിയിക്കുന്നു. 2016 വർഷത്തെ പ്രസിഡന്റ് ബാൾട്ടിമോർ സെന്റ് തോമസ് സിറിയക് ഓർത്തഡോക്സ് ദേവാലയ ഇടവാംഗമായ സാജു മർക്കോസ് അങ്കിളാണ്. അങ്കിളിനോടുള്ള സന്തോഷം അറിയിക്കുന്നു. അതുപോലെ 2017 വർഷം ഇതിന്റെ സാമ്പത്തിക കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ബാൾട്ടിമോർ സെന്റ് തോമസ് സിറിയക് ഓർത്തഡോക്സ് ദേവാലയത്തിലെ അംഗങ്ങളാണെന്നുള്ള കാര്യവും വളരെ സന്തോഷത്തോടെ സമയത്ത് ഓർക്കട്ടെ. ഗില്ലൽ കൂരനും സുനിൽ തോമസുമാണ് ഫിനാൻഷ്യൽ കാര്യങ്ങൾ ചെയ്യുന്നത്. അവരെ സന്തോഷത്തോടെ ഓർക്കുന്നു. അതുപോലെ ഇന്ന് ഈ പ്രോഗ്രാം ഇതുപോലെ മനോഹരമാക്കുവാൻ തക്കവണ്ണം ഇതിന്റെ പിന്നിൽ ഒരുപാട് ത്യാഗങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ചെറുതും വലുതുമായ രീതിയിൽ ഇത് വിജയകരമാക്കുവാൻ വേണ്ടി ഇതിന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ച എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയും അവരെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഇതിന് അവസരം തന്ന ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരോടുള്ള നന്ദി ഈ സമയത്ത് പ്രകാശിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ബാൾട്ടിമോർ സെന്റ് തോമസ് സിറിയക് ഓർത്തഡോക്സ് ദേവാലയത്തിലെ ഒരു എളിയ ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ അവിടുത്തെ എല്ലാ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയും എൻ്റെ വ്യക്തിപരമായ പേരിലും ഒരിക്കൽ കൂടി ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.